ഹലോ, ഞാനിന്ന് വീണ്ടും ഒരു തുണിയുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ഡ്രസ്സ് തയ്ക്കണം, അതാണ് ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് മോളുടെ ചാർട്ട് പേപ്പറാണ് കേട്ടോ. അതൊക്കെ കോളേജിൽ നിന്ന് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കളയാൻ വേണ്ടി വെച്ചിരുന്ന പേപ്പറൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിത് ഉപകാരപ്രദമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കളയേണ്ട, എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പേപ്പറൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എൽ ഷേപ്പിലുള്ള സ്കെയിലുണ്ടല്ലോ, ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് എനിക്കിപ്പോൾ ഈ അടുത്ത കാലത്താണ് കേട്ടോ മനസ്സിലായത്. നമ്മൾ വരയ്ക്കുന്ന ലൈൻസൊക്കെ സ്ട്രെയിറ്റ് ആണോ അല്ലെങ്കിൽ വളഞ്ഞിട്ടാണോ ഇരിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സ്കെയിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ തയ്ക്കുന്നതിന് മുന്നേ എന്തായാലും ഇങ്ങനെ പേപ്പറിലൊക്കെ വരച്ചെടുത്തിട്ടാണ് കേട്ടോ അത് തുണിയിലേക്ക് വരച്ച് എടുക്കാറുള്ളത്. കാരണം എനിക്കങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറ്. പിന്നെ പ്രിൻസസ് കട്ടും അങ്ങനെയുള്ളതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മിക്കവാറും പേപ്പറിൽ തന്നെ വരച്ചെടുത്തിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സാധാരണ. അല്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അവർക്ക് നേരെ തന്നെ തുണിയിൽ വരച്ചെടുത്ത് തയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു സന്തോഷം. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും ചെയ്യുക. പിന്നെ ഡ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാനിത് കട്ട് ചെയ്ത് തുണിയുടെ മുകളിൽ വെച്ച് തുണിയും കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. കഴുത്ത് കുറച്ചും കൂടി വൈഡ് ആവേണ്ടിയിരുന്നു. ഭയങ്കരമായിട്ട് കുടുങ്ങിപ്പോയ പോലെ. ഇത്രയും കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. നെക്കിൻ്റെ ഡിസൈനൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വൈഡാക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് വെച്ചാൽ കൂടുതൽ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ എന്തായാലും വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് തയ്ച്ചെടുക്കണം. ഇന്നിപ്പോൾ തയ്ക്കലൊന്നും നടന്നിട്ടില്ല. ഇന്നിപ്പോൾ വെട്ടി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ.